ഹായ് ഗായ്സ്, എല്ലാവരും എത്തിയോ? ഇപ്പോൾ നിങ്ങളുടെ ലൈഫിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എങ്കിലും പറയാലോ അല്ലേ? എന്നാൽ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത്? നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഒരു സോളല്ലേ നമുക്ക് വേണ്ടത്. എന്നാൽ അതുപോലുള്ള സോളിനെ കിട്ടാൻ ഒത്തിരി പാടല്ലേ. അതുപോലെ തന്നെ ഈ മൂവി രണ്ടുപേരും യഥാർത്ഥ പ്രണയത്തിലാകുന്നു. എന്നാൽ അവരുടെ സിറ്റുവേഷൻ കാരണം രണ്ടുപേരും വേറെ വേറെ ട്രാക്കിൽ പോകുന്നു. എന്ത് തന്നെ ആയാലും അവരുടെ പ്രണയം എപ്പോഴും അവരുടെ മനസ്സിൽ തന്നെയുണ്ട്. സ്നേഹം വാങ്ങുന്നതല്ല, കൊടുക്കുന്നതാണ് എന്ന് ഈ മൂവി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. സോ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്തിട്ട് റിലാക്സ് ആയി ഫ്രീ ആയിട്ടിരുന്ന് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലാവുകയുള്ളൂ. അതുകൂടാതെ ഈ മൂവിയിൽ വരുന്ന ഹീറോ ആൻഡ് ഹീറോയിനി നിങ്ങളും നിങ്ങളെ പാർട്ട്ണറാണെന്ന് വിചാരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിയൽ ഗുഡ് ഫീലിംഗ് കിട്ടുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി 2014 റിലീസായ മൈക്കൽ ഹോഫ്മാൻ്റെ ദ ബെസ്റ്റ് ഓഫ് മീ. ഞാൻ ഡോൾസൺ, ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ട് ബോബി. എനിക്ക് ആകെപ്പാടുള്ള ഒരു ഫ്രണ്ട് ഇവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ട് ഏപ്പിൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഡോൾസൺ ഓർഡർ ചെയ്ത ഡിഷ് ഏപ്പിൾ കൊണ്ടുവരികയാണ്. എന്നാൽ ഡോൾസൻ്റെ ശ്രദ്ധ വേറെ എവിടെയാണ്. ഇത് അമേൻഡ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിതുവരെ അവളോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് സംസാരിക്കണം, അവളെ എൻ്റെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട്. അതിനുശേഷം ബോബിയും ഏപ്പിളും രണ്ടുപേരും കൂടി കാറിൽ പോകുന്നു. സഡൻലി ഇവർ പോകുന്ന വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമായി വണ്ടി അവിടെ സ്റ്റോപ്പ് ആകുന്നു. കണ്ടിട്ട് ഡോൾസൺ ഇറങ്ങി വന്നിട്ട് ഏപ്പിളിനോട് ചോദിക്കുകയാണ് എന്ത് പറ്റി ഏപ്പിൾ എന്ന്. തിരികെ വരികയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന അമേൻഡയ്ക്ക് വിഷമം തോന്നി ഡോൾസനെ സഹായിക്കാൻ പോകുന്നു. ഡോൾസൺ, അമേൻഡ, ബോബി മൂന്നുപേരും ചേർന്ന് വണ്ടിയെ റോഡിന്റെ സൈഡിലേക്ക് ചേർക്കുകയാണ്. ഈ ഡോൾസന് ഒരുപാട് സന്തോഷം. കാരണം ഇതുവരെ അമേൻഡയോട് ഡോൾസൺ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഡോൾസനെ അമേൻഡ സഹായിക്കുന്നു. അതൊക്കെ ഓർത്ത് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ അമേൻഡയുടെ ഫ്രണ്ട്സ് വരും. അവർ പറയുന്നു ഒരുപാട് ലേറ്റായി അമേൻഡ, പെട്ടെന്ന് വാ നമുക്ക് പോകാമെന്ന്. അതിന് ഡോൾസൺ പറയുന്നു ഓക്കെ അമേൻഡ, എന്നെ സഹായിച്ചതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുന്നു. അതിന് അമേൻഡ പറയുന്നു നമുക്കിടയിൽ എന്തിനാ താങ്ക്സ് ഡോൾസൺ എന്ന് പറയുന്നു. അതിനുശേഷം അമേൻഡ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. ഡോൾസൺ ഒരു ഏകാന്തനായ പേഴ്സണാണ്. എപ്പോഴും ബുക്കും വായിച്ചുകൊണ്ട് ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ കാണും. അതുമാത്രമല്ല ഡോൾസൺ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലവും കൂടി. അതുപോലെ തന്നെ ഡോൾസൺ ഒരു ദിവസം ബുക്കും വായിച്ചു വരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ അമേൻഡയെ കാണുന്നു. അമേൻഡയുടെ കാറിന് എന്തോ ഒരു പ്രോബ്ലം. അവൾ ബോണറ്റിയും പൊക്കി വെച്ച് എഞ്ചിനെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കുവാണ്. ഡോൾസൺ ചെന്ന് അമേൻഡയോട് എന്താണ് മാം, എഞ്ചിനെ ഗവേഷണം ചെയ്യുവാണോ എന്ന് ചോദിക്കുന്നു. ഹായ് ഡോൾസൺ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് അറിയില്ല ഡോൾസൺ എന്ന് അമേൻഡ ഡോൾസനോട് പറയുന്നു. സത്യം പറയാലോ അമേൻഡ, എനിക്ക് നന്നായി അറിയാം. അതിനെ അമേൻഡ ഓ എന്നാൽ ഇതൊന്ന് ശരിയാക്കുക എന്ന് അമേൻഡ തമാശയായി പറയുന്നു. ഡോൾസനും വന്ന് വണ്ടി ശരിയാക്കി കൊടുത്തു. വണ്ടിയും സ്റ്റാർട്ടായി. അതിന് അമേൻഡ പറയുന്നു വാവ് ഡോൾസൺ, നിനക്ക് ശരിക്കും ടാലന്റ് ഉണ്ട്. ഈ അമേൻഡയ്ക്കും ഡോൾസന് ഒരുപാട് ഇഷ്ടമാണ്. അത് പറയാൻ വേണ്ടി അമേൻഡ പറയുകയാണെങ്കിൽ വരുന്ന സാറ്റർഡേ നമുക്ക് മീറ്റ് ചെയ്യാം. ഡോൾസനും ഒരുപാട് ഹാപ്പിയായി. ആ സന്തോഷത്തിൽ തന്നെ വണ്ടിയും ഓടിച്ച് പാട്ടും കേട്ട് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകുവാണ്. ബട്ട് ആ ഹാപ്പി അധികം നേരം നീണ്ടു നിന്നില്ല. കാരണം ഡോൾസിന് അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ്റെ അച്ഛൻ ഒരു ചീത്ത മനുഷ്യനാണ്. അയാളും അയാളുടെ ഫ്രണ്ട്സും ഒരുപാട് ഇല്ലീഗൽ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാത്രം ഡോൾസിന് അവൻ്റെ അച്ഛനെ ഒട്ടും ഇഷ്ടമില്ല. ഡോൾസൺ സൈലന്റ് ആയിട്ട് അവൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ വിളിക്കുന്നു ഹേ ഡോൾസൺ. എന്താണ് ഡോൾസൺ? ഞങ്ങൾ പറയുന്നു. അതിന് ഡോൾസൺ പറയുന്നു ഹാ സോറി ഹലോ, എനിക്ക് കുറച്ച് ഹോംവർക്ക് ഉണ്ട്, ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്ന്. അതിന് അയാൾ പറയുന്നു എനിക്ക് അതൊന്നും കേൾക്കണ്ട, പുറത്തെടുക്കുന്ന വണ്ടി നീ അത് ശരിയാക്കണം, നാളെ അത് ഡെലിവറി ചെയ്യണം, കൂടെ നീയും വരണം എന്ന് പറയുന്നു. പക്ഷേ നാളെ സാറ്റർഡേ, ഡോൾസന് അമേൻഡയെ മീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡോൾസൺ പറയുവാണ് നാളെ എനിക്ക് വരാൻ പറ്റില്ല അച്ഛാ. അത് കേട്ടപ്പോൾ അയാൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് വന്ന് ഡോൾസിന്റെ അടുത്ത് പറയുവാണ് ഇപ്പോഴൊക്കെ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ അടിക്കുവാണ്. എന്നാലും പിന്നെയും ഡോൾസൺ പറയുക ഞാൻ വരില്ല അച്ഛാ. എന്നാലും അയാൾ ഉപകരിക്കുന്ന നിർത്തുന്നില്ല. ഇതിൽ കൂടുതൽ ഈ സ്ഥലത്ത് സ്റ്റേ ചെയ്യണ്ട എന്ന് ഡോൾസൺ വിചാരിക്കുന്നു. അവന്റെ തിങ്സ് എല്ലാം പാക്ക് ചെയ്തു വീട്ടിലിരുന്ന് ഇറങ്ങുകയാണ്. നൈറ്റ് ടൈമായി, നല്ല മഴയും പെയ്യുന്നു. എവിടെ പോകണം എന്ത് ചെയ്യണം എന്ന് ഡോൾസൺ ഒന്നും അറിയുന്നില്ല. തൊട്ടടുത്തൊരു വീടുമുണ്ട്, അതിൻ്റെ അടുത്ത് ഒരു ഗരാജുമുണ്ട്. ഡോൾസൺ ഗരാജിന്റെ അടുത്ത് ചെന്ന് വിൻഡോസ് എല്ലാം പൊക്കി ഓപ്പൺ ചെയ്തുകൊണ്ട് അകത്ത് കയറുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു. അടുത്ത ദിവസമാകുന്നു. അകത്ത് കള്ളനുണ്ടെന്ന് അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് അവിടെയുള്ള വ്യക്തി ഗണ്ണുമായി പോകുന്നു. അയാൾ അവനോട് പറയുന്നു ഹേ മാൻ, ഈ ലോകത്തിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള കള്ളൻ നീ മാത്രമാണ്, നിന്നെ വെടിവെച്ച എനിക്കാണ് അവമാനം എന്ന് പറയും. അതിന് ഡോൾസൺ പറയുന്നത് സാർ ഞാൻ കള്ളനൊന്നുമല്ല, നൈറ്റ് നല്ല മഴയായിരുന്നു, അത് കാരണം കൊണ്ടാണ് ഞാൻ അകത്ത് കയറി കിടന്നത്, ഐ എം സോറി, ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോക്കോളാം എന്ന് പറയുന്നു. ഡോൾസിന് താമസിക്കാൻ വീടില്ല എന്ന് ആ പുള്ളിക്ക് മനസ്സിലാവും. അയാൾ പറഞ്ഞു നീ ഇവിടെ ഈ ഷെഡിൽ തന്നെ താമസിക്കാം. ഇയാളുടെ പേര് ഡക്ക്. ഇയാളുടെ ഗരാജിലാണ് ഡോൾസൺ ഇനി മുതൽ താമസിക്കുന്നത്. ഗരാജിലുള്ള കാർസ് എല്ലാം ഇയാളാണ് വർക്ക് ചെയ്യുന്നത്. മുതൽ ഡോൾസൺ ഡക്കിന്റെ ഗരാജിലാണ് താമസിക്കാൻ പോകുന്നത്.
ഡോൾസൺ ഇവിടെ ഉണ്ടെന്ന് ബോബിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊന്നും അറിയാതെ അമേൻഡ ഡോൾസൺ ഉറപ്പായും വരും എന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ തനിച്ച് കാത്തിരിക്കുന്നു. നീണ്ട സമയത്തിന് ശേഷം അമേൻഡ സ്ട്രെയിറ്റ് ആയി ബോബിയോട് ചോദിച്ച് ഡെൽസൺ ഉണ്ടായിരിക്കുന്ന സ്ഥലത്തിലോട്ട് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം അമേൻഡ ഡെൽസനോട് ഞാൻ നിന്നെ വരാൻ പറഞ്ഞതല്ലേ, എന്തുകൊണ്ടാണ് നീ വരാഞ്ഞത്? അതിന് ഡെൽസൺ പറയുവാണ് അമേൻഡ എനിക്കൊരു മനസമാധാനമില്ല. അതിന് അമേൻഡ പറയുന്നു എന്ത് നീ വരും, നമുക്ക് ഐസ്ക്രീം കഴിക്കാം, ഒരുമിച്ച് ഡേറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പറയുന്നു ഐ എം സോറി അമേൻഡ, ഞാൻ കുറച്ച് ബിസിയാണ്. അമേൻഡ ദേഷ്യത്തോടെ വേണ്ട ഇപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു. ഇപ്പോഴാണ് ഡോൾസൺ അവൻ്റെ പരിക്ക് പറ്റിയ ഫേസ് കാണിക്കുന്നത്. ഡോൾസൺ പറയുവാണ് അമേൻഡ എനിക്ക് ഈ മുഖത്തോടെ നിന്നെ വന്ന് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അതുമാത്രമല്ല എനിക്ക് പബ്ലിക്കായിട്ട് വെളിയിൽ വരാൻ ഇഷ്ടമില്ല. ഇറ്റ്സ് ഓക്കെ ഡോൾസൺ, ആരുമില്ലാതെ ഏകാന്ത സ്ഥലത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അമേൻഡ പറയുന്നു. അങ്ങനെ ഒരു സ്ഥലം ഡോൾസന് ഒന്നേ അറിയുള്ളൂ, അത് ആ വാട്ടർ ടാങ്ക്. അത് കാരണം അമേൻഡയും ഡോൾസനും ആ വാട്ടർ ടാങ്കിന്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്നു. ഇവര് രണ്ടുപേരും അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആകാശത്തുള്ള സ്റ്റാർസ് ഒക്കെ അമേൻഡ കണ്ടിട്ട് പറയുന്നു ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ സ്റ്റാർസിനെ കണ്ടിട്ടില്ല. അതിനുശേഷം ഇവർ രണ്ടുപേരും റോഡ് വഴി നടന്നു പോകുന്നു. ഇപ്പോഴാണ് ഡോൾസൺ അമേൻഡയോട് പ്രപ്പോസ് ചെയ്യുന്നത്. ഡോൾസന്റെ പ്രപ്പോസ് കണ്ടിട്ട് അമേൻഡ ഒരുപാട് ഇംപ്രസ് ആകുന്നു. അമേൻഡയ്ക്ക് ഡോൾസനെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെയാണ് ഡോൾസനും. ഡോൾസൺ ഡക്കിന്റെ ഗാരേജിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം ഡോൾസനെ കാണാൻ വേണ്ടി ഡക്കിന്റെ വീട്ടിലേക്ക് അമേൻഡ എന്നും വരികയാണ് ചെയ്യുന്നത്. ഹേ ഡോൾസൺ, നീ കാറൊക്കെ നല്ലപോലെയാണ് റിപ്പയർ ചെയ്യുന്നത്, എന്നാൽ പക്ഷേ നിന്റെ കയ്യിൽ നോക്കി എന്തോരം ചെളിയുണ്ടെന്ന്. ഓഹോ അത്രയ്ക്കുമായോ നീ? എന്നാൽ എൻ്റെ കൈ നോക്കി എന്തോരം ചെളിയുണ്ട്. ഞാനാണ് ക്രീസ് മോൺസ്റ്റർ, നിന്നെ തൊടാതെ വിടില്ല. നോ ഡോൾസൺ, നിനക്ക് എന്നെ തൊടാൻ ആവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അത്രയ്ക്കും സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ആ ടൈമിൽ ഡോൾസന്റെ അച്ഛന് ഇവനുള്ള സ്ഥലം എങ്ങനെയോ അറിയുന്നു. അയാൾ പറഞ്ഞയക്കുന്നു. ഡോൾസന്റെ അച്ഛൻ ഡോൾസന്റെ അടുത്ത് വന്ന് എന്നാ ഡോൾസൺ ആ പെണ്ണിനെ എന്തിനാ പറഞ്ഞയക്കുന്നത്, എനിക്ക് ഇൻട്രോ തരായിരുന്നല്ലോ എന്ന് പറയുന്നു. അതിൽ എനിക്ക് നിങ്ങളോട് ഇരിക്കണ്ട, എനിക്കത് ഇഷ്ടമില്ല, എൻ്റെ ലൈഫിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഡോൾസന്റെ അച്ഛൻ പറയുന്നു അങ്ങനെ ഒന്നും എനിക്ക് നിന്നെ ഈസി ആയിട്ട് വിടാൻ പറ്റില്ല, കാരണം നീ എൻ്റെ അടിമയാണ്, മര്യാദയ്ക്ക് വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുപാട് ജോലികൾ ഉണ്ടെന്ന് പറയും. ഡോൾസൺ പറയുന്നു എനിക്ക് വരാൻ പറ്റില്ല. അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഡോൾസനെ അടിച്ചുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായും നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. അയാൾ ഡോൾസനെ കൊണ്ടുപോകാമെന്ന് ഓർക്കുമ്പോഴാണ് ഒരു തവണ കൂടി ഡോൾസിന്റെ ദേഹത്ത് കൈവച്ചാൽ നിങ്ങളെ എല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഡക്ക് അവിടെ കണ്ണുമായി വരുന്നു. ഇനി ഡോൾസിന്റെ അച്ഛൻ ഇത് എൻ്റെ മോനാണ്, ഞാൻ അവനെ കൊണ്ടുപോകും, കയ്യിൽ കണ്ണും വെച്ചോണ്ട് ഓവറായി സീൻ കാണിക്കില്ല, നിനക്കൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഡക്ക് പെട്ടെന്ന് ഡോൾസിന്റെ അച്ഛൻ വന്ന കാറിന്റെ സൈഡ് മിറർ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ കാറിന്റെ സൈഡ് മിററാണ് ഷൂട്ട് ചെയ്യുന്നത്, മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഓരോരുത്തരുടെ ഹെഡിലായിരിക്കും എന്റെ ബുള്ളറ്റ് പോകുന്നതെന്ന് പറയുന്നു. ഡോൾസിന്റെ അച്ഛനും അയാളുടെ ഫ്രണ്ട്സും അവിടെ ഇരുന്ന് പോകുന്നു. ഡോൾസൺ ഡക്കിനോട് ഞാൻ ഇവിടെ ഉള്ള കാലം വരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, സോ ഞാൻ നിങ്ങളുടെ ഗരാജിരുന്ന് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം എന്ന് പറയുന്നു. ഡോൾസൺ നീ എവിടെയും പോകരുത്, നീ പറഞ്ഞത് ശരിയാ, ബട്ട് നീ ഇവിടെ ഗരാജിലല്ല താമസിക്കേണ്ടത്, നീ വീടിന്റെ അകത്ത് വാ, നിനക്ക് വേണ്ടി ഞാൻ ഒരു മുറി ക്രമീകരിക്കാം, ഇനി മുതൽ നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് ടക്ക് പറയുന്നു. ടക്കും ഡോൾസനും ഒരുപാട് ക്ലോസ് ആകുന്നു. നൈറ്റ് ടൈം ആകുന്നു. അമേൻഡയുടെ മനസ്സ് ഫുള്ളും ഡോൾസൺ എന്തിനാണ് എന്നെ പോകാൻ പറഞ്ഞത് എന്ന് അമേൻഡ ആലോചിച്ചിരിക്കുമ്പോൾ വിൻഡോയുടെ അടുത്ത് ആരോ അമേൻഡ എന്ന് വിളിക്കുന്നു. ചെന്നില്ല എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഡോൾസൺ എന്തായാലും അകത്തിരുന്ന് സംസാരിക്കാം, പുറത്ത് നല്ല മഴയാണ്, നീ അകത്തേക്ക് വാ. ഇല്ല അമേൻഡ ഞാൻ അകത്തിരിക്കണം, അതൊന്നും എനിക്ക് പറ്റില്ല, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും മഴയിൽ നനഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. അമേൻഡ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്നെ കാരണമോ എൻ്റെ അച്ഛനെ കാരണമോ നിനക്കൊരു പ്രോബ്ലം ഡോൾസൺ പറയുന്നു. ഡോൾസൺ എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, നിന്റെ കൂടെ തന്നെ എനിക്ക് ലൈഫ് ലോങ് ഇരിക്കണമെന്ന് അമേൻഡയും പറയുന്നു. അമേൻഡ ഞാൻ ഉറപ്പായും അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഡോൾസൺ പറയുന്നു. ഇവര് രണ്ടുപേരും അവരുടെ ലൈഫൊക്കെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അമേൻഡ ഡോൾസന് കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു തരാമെന്ന പേരിൽ അവനെ കൊന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഡോൾസൺ ആണെങ്കിൽ ഒരു ഓണിയൻ പോലും ശരിക്കും കട്ട് ചെയ്യാൻ അറിയില്ല, അരമണിക്കൂറോളം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ നിങ്ങൾ നന്നായി കട്ട് ചെയ്യുന്നു എന്ന് അമേൻഡ അവനെ കളിയാക്കുന്നു. എങ്ങനെയോ ഡിന്നർ ചെയ്യുന്നു. അവർ മൂന്നുപേരും കഴിക്കാൻ തുടങ്ങി. ഈ ഡക്കിന് ഫാമിലി എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അപ്പോഴത്തേക്ക് അയാളുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയാൻ ഡോൾസനും അമേൻഡയും മാത്രമേ ഉള്ളൂ. കഴിച്ചതിന് ശേഷം അമേൻഡയും ഡോൾസനും സോങ് പ്ലേ ചെയ്ത് ഡാൻസ് കളിക്കുന്നു. അത്രയ്ക്കും ഡാൻസ് ചെയ്യാൻ അറിയില്ല, എന്നാലും ഡോൾസൺ പിടിച്ചു നിൽക്കുന്നു. ഒരുപാട് സന്തോഷത്തിലാണ് ഇവർ രണ്ടുപേരും ഒന്നായി ചേർന്ന് ഗാർഡനൊക്കെ ക്ലീൻ ചെയ്യുന്നു. എന്തോ ഭർത്താവും ഭാര്യയും പോലെ വെള്ളത്തിലൊക്കെ ചാടി നന്നായി കുളിക്കുന്നു. ഒരു ദിവസം അമേൻഡ ഡോൾസന്റെ കയ്യിലുള്ള മുറിവുകളെല്ലാം കാണുന്നു. ഇതൊക്കെ എങ്ങനെ പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ഡോൾസൺ അച്ഛൻ ചെറുപ്പത്തിൽ മുതലേ ഡോൾസനെ ഒരുപാട് ക്രൂരം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് അമേൻഡയോട് ഡോൾസൺ പറയുകയാണ്. ഒരു ദിവസം അമേൻഡ ഒരു പാർട്ടിയിൽ വെച്ച് അവളുടെ പേരൻസിനെ ഡോൾസിനെ പരിചയപ്പെടുത്തുന്നു. അമേൻഡയുടെ അച്ഛൻ ഡോൾസിനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയുന്നു ഇനി മേലാൽ അമേൻഡയോട് സംസാരിക്കില്ല, അവളെ കാണാൻ പോലും വരില്ല, നിനക്ക് എന്തോരം പണം വേണേലും ഞാൻ തരാമെന്ന് പറയും. പക്ഷെ ഡോൾസൺ പണത്തിന് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ മോളെ ട്രൂ ആയിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോൾസൺ ദേഷ്യത്തോട് ആ സ്ഥലത്ത് നിന്ന് പോകുന്നു. അമേൻഡയും അത് കാണുന്നു.
ഡോൾസൺ എപ്പോഴും പോലെ ആ വാട്ടർ ടാങ്കിന് മുകളിൽ കാണുന്ന വിഷമിച്ച് ആ ടൈമിൽ അമേൻ്റെയും അവിടെ എത്തുന്നു. നിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ ഒരു രീതിയിൽ ശരിയാണ്, ഞാനൊന്നും റിച്ച് അല്ല, ബട്ട് നീ അങ്ങനെയല്ല, നിനക്ക് നല്ലൊരു ലൈഫ് ഉണ്ട്. നിന്റെ അച്ഛൻ പറയുന്ന പോലെ നീ വേറൊരു ലൈഫിനെ ചൂസ് ചെയ്യണം, ഹാപ്പി ആയിട്ട് ഇരിക്കണം അമേൻഡ, ഇനി മുതൽ ഞാൻ നിന്റെ ലൈഫിൽ കാണില്ല എന്ന് ഡോൾസൺ പറയുന്നു. പക്ഷേ ഡോൾസൺ, നീയല്ലേ അന്ന് എന്നോട് പറഞ്ഞത് ആയുസ് അവസാനം വരെ നീ എൻ്റെ കൂടെ കാണുമെന്ന്, ഇപ്പോൾ നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഡോൾസൺ, എൻ്റെ അച്ഛൻ പറഞ്ഞാലും ശരി നീ പറഞ്ഞാലും ശരി ഞാൻ നിന്നെ വിട്ട് എവിടെയും പോകില്ല എന്ന് അമേൻഡ ഡോൾസനോട് പറയുന്നു. ഡോൾസനും മനസ്സിലാകുന്നു, ഐ എം സോറി അമേൻഡ, ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് പോകില്ല എന്ന് അമേൻ്റെയോട് ഡോൾസൺ പറയും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഡോൾസന്റെ ക്ലോസ് ഫ്രണ്ട് ബോബിയുടെ ഗേൾ ഫ്രണ്ട് ഏപ്രിൽ പ്രഗ്നന്റ് ആയിരിക്കുന്നു. ബോബിയുടെ വെഡിങ് നടക്കാൻ പോകുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ മെമ്മറീസ് ആയി എടുക്കുന്നു. ഈ ഡോൾസൺ, അമേൻഡ, ബോബി, ഏപ്രിൽ ഇവരെല്ലാവരും കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഡക്ക് മാത്രമേ ഉള്ളൂ വീട്ടിൽ തനിച്ച്. ആ സമയത്ത് ഡോൾസന്റെ അച്ഛനും അയാളുടെ ഫ്രണ്ട്സും വന്ന് ഡക്കിനെ ഇട്ട് ഉപകരിക്കുകയാണ്. അവർ അടിച്ചതിൽ ഡക്കിന്റെ തലയിലിരുന്ന് ബ്ലഡൊക്കെ വരുന്നു. അയാൾ പറയുന്നു, ദേ കിളവ, ഇതോടെ നീ ചെയ്യുന്നതെല്ലാം നിർത്തിക്കോ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ് ഡക്കിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അയാൾ സ്ഥലം കാലിയാക്കുന്നു. ഡോൾസൺ, അമേൻഡ, ബോബി, ഏപ്രിൽ എന്തോ ഒരു സാധനം മറന്ന് വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്നു. അത് എടുക്കാനായി അവർ തിരികെ വരുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഡക്ക് താഴെ വീണ് കിടക്കുന്ന അവസ്ഥയാണ് അവർ കാണുന്നത്. ഡക്കിന്റെ നെറ്റിയിലിരുന്ന് വരുന്ന ബ്ലഡൊക്കെ കണ്ടിട്ട് ഇവർ പോലീസിനെ അറിയിക്കുന്നു. ഇതൊക്കെ ചെയ്തത് ഡോൾസന്റെ അച്ഛനാണെന്ന് ഡോൾസന് മനസ്സിലാകുന്നു. അത് കാരണം ഡോൾസൺ ഗണ്ണും എടുത്തുകൊണ്ട് അവന്റെ അച്ഛൻ ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് ഡോൾസൺ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ബോബി ഡോൾസനെ തടയുന്നു. ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യാമെന്ന്. എന്നാൽ ഡോൾസൺ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ബോബിയും കൂടെ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഏപ്രിൽ കരഞ്ഞു പറയുന്നു, ബോബി നീ ചെല്ലുന്നു. അച്ഛന്റെ നേരെ കണ്ണും കാണിച്ച് ഡോൾസൺ ചോദിക്കുവാണ്, നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം, എന്നെ എന്തിനാണ് നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അഹങ്കാരത്തോടെ അയാൾ പറയുന്നു, ഡോൾസൺ നീ എൻ്റെ അടിമയാണ്, നീ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം, അതിൻ്റെ ഇടയിൽ ആര് വന്നാലും ഞാൻ അവരെയും കൊല്ലും. ഇപ്പോൾ നിന്റെ കൂടെ ഒരു പെണ്ണില്ലേ, അവളെയും ഞാൻ തീർക്കുമെന്ന് പറയുമ്പോൾ ഡോൾസന് നല്ല ദേഷ്യം വരുന്നു. ഡോൾസൺ അയാളെ അടിക്കുന്നു, പകരം അയാളും തിരിച്ചടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വഴക്കിടുന്നു. ഡോൾസന്റെ അച്ഛൻ ഡോൾസനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ ഡോൾസൺ അത് എങ്ങനെയോ തടയുന്നു. എന്നാലും അയാൾ എങ്ങനെയോ ട്രിഗർ പ്രസ് ചെയ്യുന്നു. അത് നേരെ ബോബിയുടെ ഹെഡിൽ തന്നെ ഇറങ്ങുന്നു. ഇതൊന്നും ഡോൾസനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോബി കണ്ണു തുറക്കൂ, ബോബി കണ്ണു തുറക്കൂ ബോബി എന്ന് ഒരുപാട് ഡോൾസൺ കരഞ്ഞ് വിഷമിക്കുന്നു. ബോബിയുടെ മരണത്തിന് കാരണക്കാരൻ ഡോൾസൺ ആണെന്നും ഡോൾസൺ പോലീസ് സറണ്ടർ ആണെന്നും ജയിലിൽ തന്നെ ഇരിക്കണമെന്ന് ഡോൾസൺ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവരുടെ അക്കം വന്ന് ഡോൾസനെ മീറ്റ് ചെയ്യുന്നു. ഇതിനും നിനക്കും യാതൊരു ബന്ധമില്ല, ഇത് ഓർക്കാപ്പുറത്ത് നടന്ന സംഭവമാണ്, നിനക്ക് നല്ലൊരു ലൈഫുണ്ട്, നിനക്ക് വേണ്ടി തന്നെ ഒരാൾ പുറത്ത് കാത്തിരിക്കുന്നു, ഞാൻ പറയുന്നത് മാത്രം നീ കേൾക്ക്. നിന്റെ അച്ഛൻ ഒരുപാട് ഇല്ലീഗൽ മെത്തേഡ്സ് ചെയ്യുന്നു, നിയമത്തിന് നിന്റെ അച്ഛനെയാണ് വേണ്ടത്, അത് കാരണം പോലീസിനടുത്ത് നിന്റെ അച്ഛനെ കുറിച്ച് നീ എല്ലാം പറയണം, പിന്നെ അവർ ഉറപ്പായി സഹായിക്കുന്നെന്ന് ഡക്ക് പറയുന്നു. എല്ലാ കാര്യം പോലീസിനോട് പറയുന്നു. പോലീസും അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഡോൾസൺ അവന്റെ അച്ഛന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ സാക്ഷി പറയുന്നു. എല്ലാവർക്കും ശിക്ഷ ലഭിക്കും പറയുന്നു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോകുന്നു. അമീൻഡ ഡോൾസനെ കാണാൻ വരുന്നു. ഹേ ഹായ് ഡോൾസൺ, നിനക്ക് വേണ്ടി ഞാൻ ബുക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അടുത്ത തവണ നീ എന്നെ കാണാൻ വരരുത്. ഡോൾസൺ നീ എന്താണ് പറയുന്നത്, ഞാൻ നിന്നെ കാണാൻ എന്നും വരും. അമേൻഡ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ഞാൻ 8 വർഷം ശിക്ഷ അനുഭവിക്കണം, ഇനി തൊട്ട് എന്നെ കാണാൻ വരരുത്, നമ്മൾ തമ്മിൽ എന്നെ കാണണ്ട. ഡോൾസൺ 8 വർഷമല്ല 80 വർഷം ആയാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. അമേൻഡ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് വേണ്ടി ആരെയും കാത്തിരിക്കണ്ട, ഇനി തൊട്ട് നീ എന്നെ കാണാൻ വരില്ല, അത് വന്നാൽ പോലും വേസ്റ്റ് ആണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ്, അവസാനം വരെ ഞാൻ മരിക്കുന്നവരെ നിന്നെ മാത്രം ഞാൻ ഓർക്കുള്ളൂ. പ്ലീസ് ഡോൾസൺ അങ്ങനെ പറയില്ലേ, അന്ന് നീ പറഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ടോ, ഒരിക്കലും നമ്മൾ പിരിയില്ലെന്ന്, ഇപ്പോൾ നീയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമേൻഡ ഐ എം സോറി, ഐ ലവ് യു ആൻഡ് ഗുഡ് ബൈ. പ്ലീസ് ഡോൾസൺ പോകരുത് എന്ന് അമേൻഡ ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടും ഡോൾസൺ അതൊന്നും കേൾക്കാതെ പോകുന്നു. എൻ്റെ പിറ്റേ ദിവസം തന്നെ ഏർലിംഗ് മോർണിംഗ് അമേൻഡ ഡോൾസനെ കാണാൻ വരുന്നു. ഡോൾസൺ ഉറപ്പായും വരും, നമ്മളോട് സംസാരിക്കും എന്നോർത്ത് അമേൻഡ എന്നും ജയിലിൽ വരും. ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങളായിട്ടും അമേൻഡ ഡോൾസനെ കാണാൻ തന്നെ ജയിലിൽ വരുന്നു. എന്നാൽ ഡോൾസൺ അമേൻഡനെ കാണാൻ റെഡിയല്ല. അമേൻഡ ഡക്കിൻ്റെ അടുത്ത് ചെന്ന് അവനെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവനൊരു വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ അവന് വേണ്ടി 100 വർഷം കാത്തിരിക്കില്ല എന്ന് പറഞ്ഞ് അമേൻഡ ഒരുപാട് വിഷമിക്കുന്നു. അമേൻഡ അവളുടെ ജീവിതം തന്നെ വെറുക്കുന്നു. കുറച്ച് അവളുടെ മൈൻഡൊക്കെ മാറ്റി ഫ്രാങ്കി എന്ന് പറയുന്ന ഒരാളെ മാരേജ് ചെയ്യുന്നു. അവർക്ക് ജെറായിഡ് എന്ന് പറഞ്ഞ ഒരു മോനുമുണ്ട്. അങ്ങനെ 20 വർഷങ്ങൾ കഴിയുന്നു. ഡോൾസൺ കടലിന്റെ സെന്ററിൽ ഔൾസ് എടുക്കുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ആ സ്ഥലത്തിൽ എന്തോ ഒരു തീയബദ്ധം കാരണം മൊത്തം പൊട്ടിത്തെറിച്ച് ബ്ലാസ്റ്റ് ആവാണ്. ഈ ഡോൾസനും കുറച്ച് പേരൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ബ്ലാസ്റ്റ് കാരണം ഡോൾസൺ 100 ഫീറ്റ് ഹൈറ്റ് ഇരുന്ന് വെള്ളത്തിൽ താഴെ വീഴുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ ഡോൾസനെയും സേവ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ള ഡോക്ടേഴ്സിന് ആർക്കും
വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഡോൾസൺ നിങ്ങൾ 100 അടി ഫീറ്റ് ഇരുന്നാണ് വെള്ളത്തിൽ വീണത്, ഒരു സേഫ്റ്റിയും ഇല്ലാതെ 4 മണിക്കൂറോളം നിങ്ങൾ സർവേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുകളിൽ ഇരുന്ന് താഴെ വീഴുമ്പോൾ തന്നെ നിങ്ങൾ മരിക്കേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തോ ദൈവഭാഗ്യം എന്ന് പറയുന്നു. ഒരു ദിവസം ഒരു ഫോൺ കോൾ വരുന്നു. സാർ, നിങ്ങൾ ഡോൾസൺ അല്ലേ? ഞാൻ ഡക്കിന്റെ ലോയറാണ് സംസാരിക്കുന്നത്. ഡക്ക് ഇന്നലെ രാത്രി മരണപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ തരാനുണ്ട്, അത് കാരണം നിങ്ങൾ നിർബന്ധമായി വരണം. അതുപോലെ അമേൻഡ ലോയർ വിളിച്ചു പറയുന്നു ഡക്ക് മരണപ്പെട്ടു, നാളെ എന്നെ വന്ന് കാണണമെന്ന് പറയുന്നു. അമേൻഡ ഒരുപാട് വിഷമിച്ച് കരയുന്നു. ഡോൾസൺ അടുത്ത ദിവസം തന്നെ ഡക്കിന്റെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള കാർ റിപ്പയർ ചെയ്യും. ആ ടൈമിൽ അമേൻഡയും വരുന്നു. രണ്ടുപേരും 20 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഹേയ്, ഹായ് അമേൻഡ, നിനക്ക് സുഖം തന്നെയല്ലേ? ഡോൾസൺ, നീ എങ്ങനെ ഇവിടെ എത്തി? ലോയർ എന്നെ വിളിച്ചായിരുന്നു, നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെയും വിളിച്ചായിരുന്നു, എന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അമേൻഡയും പറയുന്നു. അടുത്ത ദിവസം ഇവർ രണ്ടുപേരും ലോയറിനെ കാണുന്നു. ഡക്ക് മരിച്ചു പോകുന്ന മുമ്പ് 2 ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് അമേൻഡയ്ക്കും ഒന്ന് ഡോൾസനും. ആ ലെറ്റേഴ്സ് രണ്ടു പേർക്കും കൊടുക്കുന്നു. ഡക്കിന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള തിങ്സ് എടുക്കാവുന്നതാണ് എന്ന് ലോയർ പറയുന്നു. അതിനുശേഷം ജെറാഡ് ചോദിക്കുന്നു, നിനക്ക് മാരേജ് ആയോ എന്ന്. എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് ജെറാഡ് എന്നൊരു മോനും ഉണ്ട്. അതോടൊപ്പം ഇനി മേലെ പേഴ്സണലായിട്ട് ഒന്നും തന്നെ നീ ചോദിക്കരുത്, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നീ നിന്റെ വഴിക്ക് പോകണം, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നെന്ന് ദേഷ്യത്തോട് പറയുന്നു അമേൻഡ. അത് കഴിഞ്ഞ് അമേൻഡ ഡക്ക് എഴുതിയ ലെറ്റർ വായിക്കുന്നു. അമേൻഡ, ഇത് നീ വായിക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി മരണപ്പെട്ടു എന്നാണ് അർത്ഥം. അമേൻഡ ഇവര് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ഡക്ക് അതിൽ എഴുതിയിരിക്കുന്നു. ഡോൾസൺ ഇതുവരെ ആ ലെറ്റർ വായിച്ചു നോക്കിയിട്ടില്ല. ഇവര് രണ്ടുപേരും ഡക്കിന്റെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള തിങ്സ് ഒക്കെ എടുക്കുന്നു. ഇനി ഇവർ രണ്ടുപേർക്കും കഴിക്കണം, അതുകൊണ്ട് ഫുഡ് റെഡിയാക്കുന്നു. ഡോൾസൺ ഓണിയൻ നന്നായി കട്ട് ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ, നേരത്തെ കാലം നന്നായാണല്ലോ കട്ട് ചെയ്യുന്ന ഡോൾസ എന്ന് അമേൻഡ പറയുന്നു. അത് കഴിഞ്ഞ് ഇവർ കഴിക്കാൻ തുടങ്ങുന്നു. പറ ഡോൾസ, നിന്റെ വൈഫ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവരിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് അമേൻഡ ചോദിക്കുന്നു. അമേൻഡ, ഞാൻ ഇതുവരെ ആരും കല്യാണം ചെയ്തിട്ടില്ല. ഈ 20 വർഷം ഞാൻ നിന്നെ മാത്രമേ ഓർക്കാറുള്ളൂ. വേറെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇത് കേട്ടിട്ട് അമേൻഡ ടെൻഷനായി പോകുന്നു. പുറകിൽ ഡോൾസനും പോയി ഒരു ഫ്ലവർ കൊടുക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഡക്കിന്റെ അസ്ഥി ഡക്ക് ആഗ്രഹിച്ച പോലെ ആ ഗാർഡൻ ഡിസോൾവ് ചെയ്യുന്നു. ഡോൾസൺ അമേൻഡയോട് സോറി പറയാൻ ശ്രമിക്കുന്നു. ബട്ട് അമേൻഡ അത് കേൾക്കാൻ പോലും തയ്യാറല്ല. ഡോൾസൺ, നീ സോറി പറയുന്നത് എപ്പോഴാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ വെയിറ്റ് ചെയ്യാ അമേൻഡ, ഞാൻ നിനക്ക് വേണ്ടി വരും എന്ന് നീ പറയൂ. ഞാൻ എൻ്റെ ആയുസ്കാലം ഫുള്ള് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതുവരെ ആരും തരാത്ത വിഷമമാണ് ഡോൾസ നീ എനിക്ക് തന്നത്. ഇപ്പോൾ വന്നാണോ നീ സോറി പറയുന്നത്? നീ സോറി പറയേണ്ട ടൈമൊക്കെ കഴിഞ്ഞ് ഡോൾസ. ഇനി മേലെ നിനക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല. നീ എനിക്ക് തന്ന പെയിനൊക്കെ മതി. ഇനി മേലെ എനിക്ക് നിന്നെ കാണണ്ട എന്ന് അമേൻഡ പറയുന്നു. അമേൻഡ, ഞാൻ അപ്പോൾ ഒരുപാട് പ്രഷറിലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. നീ എന്നെ ഫോർഗീവ് ചെയ്തില്ലേലും സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും. നീ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ എന്തെങ്കിലും ഞാൻ ചെയ്യും. ദൈവം അതുപോലുള്ള സിറ്റുവേഷൻ എനിക്ക് തരും. ബട്ട് അമേൻഡ ഇതിനൊന്നും മിണ്ടുന്നില്ല. ഇവര് രണ്ടുപേരും പിന്നെയും പൂക്കളൊക്കെ നട്ടുവെക്കുന്നു. ഡക്ക് തന്ന ലെറ്റർ ഡോൾസൺ വായിക്കാൻ തുടങ്ങുന്നു. ഡോൾസ, നിനക്ക് സുഖമല്ലേ? അമേൻഡനെ നീ ഒരുപാട് ഹേറ്റ് ചെയ്തിട്ടുണ്ട്. നിന്നോട് അവൾക്ക് നല്ല ദേഷ്യമാണ്. എന്നാലും അവൾക്ക് നിന്നോട് ഒരു തുള്ളി സ്നേഹം കുറഞ്ഞിട്ടില്ല. നീ ജയിലിൽ പോയ കഴിഞ്ഞ് അമേൻഡ ഒരു ദിവസം പോലും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടില്ല. എന്നും നിന്നെ തന്നെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കും. അവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇനിയായാലും നിന്റെ ലൈഫ് നീ ജീവിക്ക് എന്ന് ആ ലെറ്ററിൽ ഡക്ക് എഴുതി. ഡോൾസൺ ആ നാട് വിട്ട് പോകാൻ തുടങ്ങുന്നു. പോകുന്ന മുമ്പ് ഒരു ലെറ്റർ എഴുതി ഡക്കിന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്നു. അത് അമേൻഡയ്ക്ക് വേണ്ടിയാണ്. അമേൻഡ അവളുടെ വീട്ടിൽ ഇരിക്കുന്നു. അവൾക്കൊരു കോൾ. റൈഡിന് എന്തോ ഒരു ആക്സിഡന്റ് പറ്റി, സീരിയസ് കണ്ടീഷനാണ്. അമേൻഡയും വെപ്രാളത്തോടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോക്ടേഴ്സിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജെറായ് ഓടിച്ചു വന്ന വണ്ടിക്ക് ബ്രേക്ക് ഫെയിലിയർ ആയി ട്രീയിൽ ഇടിച്ച് ഹാർട്ടിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഹാർട്ട് ഡോണർ തന്നെ നമുക്ക് വേണമെന്ന് പറയുമ്പോൾ അമേൻഡയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് വിഷമിക്കുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ രാത്രി തന്നെ ഒരു ഹാർട്ട് ഡോണർ കിട്ടുന്നു. സോ ഓപ്പറേഷൻ ചെയ്ത് അവനെ സേവ് ചെയ്യുന്നു. അമേൻഡയ്ക്ക് ഒരുപാട് ഹാപ്പിയായിരുന്നു. ആ ടൈമിൽ ഒരു ബാഡ് ന്യൂസ് കിട്ടുന്നു. ഡോൾസൺ ഇന്നലെ നാട് വിട്ടു പോകുമ്പോൾ ഡോൾസന്റെ അച്ഛന്റെ ഫ്രണ്ട് ഡോൾസനെ ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലുന്നു. ഡോൾസൺ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു. ഇതൊന്നും അമേൻഡയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമേൻഡയ്ക്ക് ഡോൾസനോട് എന്ത് ദേഷ്യമുണ്ടായാലും ഫ്യൂണറൽ നടക്കുന്നു. എല്ലാവരും ഒരുപാട് വിഷമത്തിലാണ്. ഈ ഡോൾസൺ കാരണമാണ് ബോബി മരിച്ചത്. അപ്പോൾ ബോബിയുടെ വൈഫ് ഏപ്രിൽ പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ കാരണമാണ് ബോബി മരിച്ചത് എന്ന് ഓർത്ത് ഏപ്രിലിന് ഡോൾസൺ മാസം മാസം ഒത്തിരി പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു ഡോൾസൺ. ഇപ്പോൾ മരണപ്പെട്ടു. സോ അങ്ങനെ 1 ഇയർ കഴിയുന്നു. അമേൻഡയ്ക്ക് ഒരു കോൾ വരുന്നു. അത് ജെറായിഡാണ്. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എനിക്ക് ആരെ ഹാർട്ട് തന്നില്ലേ, അയാളുടെ ഡീറ്റെയിൽസ് കിട്ടിയ അമ്മേ. അയാൾക്കൊരു 39 ഏജ് ഉണ്ട്. അയാളുടെ നെയിം
ടോൾസൺ. അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ഹാർട്ടാണ് എനിക്ക് ഫിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ടോൾസൺ എന്ന ആരെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അമേൻഡ ഒരുപാട് ഷോക്കാവുന്നു. അപ്പോൾ ടോൾസന്റെ ഹാർട്ടാണോ എൻ്റെ മോൻ്റെ ഓർത്ത് അമേൻഡ ടക്കിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ലെറ്റർ കാണുന്നു. അത് ടോൾസൺ അമേൻഡയ്ക്ക് എഴുതിയതാണ്. അമേൻഡ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് അറിയാം, കാരണം ഞാൻ നിന്നെ ഒരുപാട് ഹേറ്റ് ചെയ്തു. നീ പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. അമേൻഡ, ഞാൻ ആവശ്യപ്പെടുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ഒരുപാട് ഹേറ്റ് ചെയ്തു, അതിനൊക്കെ സോറി. ഇനി തൊട്ട് അമേൻഡ ഞാൻ നിന്റെ ലൈഫിൽ വരില്ല എന്ന് അമേൻഡ ആ ലെറ്റർ വായിക്കുന്നു. ടക്കിന്റെ കാർഡിൽ അമേൻഡ നടന്നു വരുന്നു. അവിടെ കുറെ പൂക്കളുണ്ട്. ഇതൊക്കെ 1 year മുമ്പ് ടോൾസൺ വെച്ചതാണ്. അമേൻഡ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെയുള്ള ചെയറിൽ പതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദ ബെസ്റ്റ് ഓഫ് മീ എന്ന് ഈ മൂവിയും അവസാനിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി ചിലർക്ക് പ്രത്യേക രീതിയിൽ ഫീൽ ആയിരിക്കും, എന്നാൽ ചിലർക്ക് നോർമൽ പോലെ ആയിരിക്കും. പക്ഷെ എല്ലാ പ്രണയത്തിലും മെയിൻ ആയിട്ടുള്ളത് ആ പ്രണയമാണ്. ടോൾസനെ പോലെ തന്നെയാണ് നമ്മൾ ചിലർക്ക് വേണ്ടി ജീവനെ പോലെ കൂടെ നിന്ന് തരുന്നവരെ നമ്മളത് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയാണ്. അത് പിന്നെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ കൂടെ തന്നെ ഒരു സോൾ ഉണ്ടെങ്കിൽ അത് മതി നമ്മുടെ ജീവിതം ഹാപ്പി ആകാൻ. സോ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ